ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ മേയർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുവരെയും ഒരുക്കങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേയർക്ക് എന്താണ് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ആരംഭിച്ച മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ്. നഗരസഭയെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും അവലോകന യോഗം ചേർന്നത്. ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചത്. നഗരസഭയും മറ്റു വകുപ്പുകളും ചെയ്യേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി പൊങ്കാലയ്ക്ക് ശേഷം വരുന്ന ശുചീകരണ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളടക്കം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് 3204 ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് നഗരസഭ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കടുത്ത വേനലായതുകൊണ്ട് 1 മണിക്ക് നിവേദ്യം കഴിഞ്ഞാലും 3 മണിക്കാണ് നമ്മുടെ ശുചീകരണം ആരംഭിക്കുന്നത്. അപ്പോൾ ചുടുകല്ല് അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു വളരെ പെട്ടെന്ന് തന്നെ ശുചീകരണ പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ പൊങ്കാല വളരെ സജ്ജീകരിച്ചിട്ടാണ് പൊങ്കാല ആരംഭിക്കുന്നത് തന്നെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും വളരെ ദീർഘവീക്ഷണത്തോടെ തന്നെ മുൻകരുതലെടുത്ത് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു വർഷവും മുടങ്ങാതെ തന്നെ നമ്മൾ ചെയ്തു നൽകിയിട്ടുണ്ട്. ഇപ്രാവശ്യവും വളരെ നന്നായി തന്നെ അതാണ് നമ്മൾ കരുതലെടുത്താണ്. 6 മാസത്തിന് മുമ്പ് തന്നെ പൊങ്കാല കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ സജ്ജീകരിക്കണമെന്ന് നഗരസഭ തന്നെ കൈയെടുത്താണ് ചെയ്തത്. 3 തവണ തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലയിലെ 2 മന്ത്രിമാരും ശ്രീ വി ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് GRL ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മേയറും ഞാനുൾപ്പെടെ വളരെ കരുതലോടുകൂടി ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് നഗരം ഒരു മാതൃകയായി തന്നെ എക്കാലവും മാറിയിട്ടുണ്ട്. ഈ ഒരു സാന്നിധ്യത്തിൽ ദേവിയുടെ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്, ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. പൊങ്കാല കാണാറുണ്ട്, എല്ലാം നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നതും ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചതായിട്ട് നമുക്ക് തോന്നുന്നതെല്ലാം. കാരണം ഞാൻ 15 ഇയേഴ്സ് ബാക്ക് ഞാൻ ഇതേ ഹോട്ടലിൽ തന്നെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു പൊസിഷനിൽ തന്നെയാണ്. എല്ലാം ദേവിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. എന്ന രീതി അത്ര വലിയതൊന്നാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആഗ്രഹിച്ചതിനും അപ്പുറം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേവിയുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹവും കൊണ്ട് എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പൊങ്കാലിടാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഓരോ വിശ്വസും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടാവും. എല്ലാം ദേവി കാണട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പൊങ്കാലാശംസകൾ. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാല അർപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന് ഒരുപാട് സന്തോഷം. അടുത്ത വർഷവും അതിനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുന്നു. എത്രാമത്തെ പൊങ്കാലയാണ് ഇപ്പോൾ അർപ്പിക്കുന്നത്? ഞാൻ 2000 മുതൽ തുടർച്ചയായിട്ടിട്ടുണ്ട്. 24 വർഷമാവും. ഈ ഒരു ദിവസം ഇവിടെ എത്തുക എന്നുള്ളത് അത് ശരിക്കും നമ്മൾക്കൊരു അനുഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും എത്തണം പറ്റിയെന്ന് വരില്ല. ഞാൻ ഇതിന് മുന്നേ പൊങ്കാലിട്ടിരുന്നു. ഇന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല, എന്ന് ഞങ്ങൾക്ക് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെയാണ് ഇന്നില്ല എന്നുള്ള കൺഫർമേഷൻ വന്ന്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ജനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ, അതായത് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇപ്പോൾ എത്രാമത്തെ വട്ടമാണ് പൊങ്കാല ഇടുന്നത്? ഞാനിതിന് മുന്നേ 2 പ്രാവശ്യം പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഇടാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് ഇയറിൽ ഞാൻ എന്തായാലും പൊങ്കാല ഇട്ടിരിക്കും. താങ്ക് യു.